അഡ്വക്കേറ്റ് വി ആർ അനൂപ്, കോൺഗ്രസിന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് പരമാവധി 100 എന്നുള്ളതായിരുന്നല്ലോ, അത് 102-ൽ എത്തി നിൽക്കുന്നു. പക്ഷെ അപ്പോഴും 35 സീറ്റിലേക്ക് മാത്രം, അതായത് 2021-ൽ നിങ്ങൾ പോയതിനേക്കാൾ UDF എന്ന നിലയ്ക്ക് താഴേക്ക് പോയതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ഒരു താഴ്ച ഭരണപക്ഷത്തിനുണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതിയിരുന്നോ? അല്ല, കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്ത് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്തരമൊരു വലിയ വിജയം കോൺഗ്രസ് ഒരർത്ഥത്തിൽ കണക്കുകൂട്ടിയതാണ്. എക്സിറ്റ് പോളുകൾ പുറത്തു വന്ന ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം അതിനോട് പ്രതികരിച്ചത് അങ്ങേക്കറിയാം. ഈ എക്സിറ്റ് പോളുകൾക്കൊക്കെ അപ്പുറത്താണ് ജനവിധി. ഇത് സത്യത്തിൽ ഇത് കേരളത്തിലെ വോട്ടർമാർ വോട്ട് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിൽ വന്ന മുഖം എന്ന് പറയുന്നത് പിണറായി വിജയനെതിരാണ്. ഇവിടെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും CPM പൊതുവിൽ പറയുന്നൊരു വാചകമുണ്ട്: ഞങ്ങൾ തോറ്റിരിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ രാഷ്ട്രീയമായ അടിത്തറ തകർന്നിട്ടില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ രാഷ്ട്രീയമായ അടിത്തറ തകർന്നിരിക്കുന്നു. അതാണ് അമ്പലപ്പുഴയിലും തളിപ്പറമ്പിലും പയ്യന്നൂരും നമ്മൾ കണ്ടത്. ഒരിക്കൽ പോലും CPMന്റെ ഇളകാത്ത കോട്ടകൾ എന്ന് നമ്മൾ ധരിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ചില ഒറ്റപ്പെട്ട വ്യക്തികൾ പുറത്തു വരിക. നേരത്തെ തന്നെ പറഞ്ഞു, പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണനൊക്കെ പുറത്തു വന്ന ഘട്ടത്തിൽ ആരാണ് നിങ്ങളുടെ കൂടെ എന്ന ചോദ്യം CPM ചോദിച്ചപ്പോൾ CPMന്റെ അണികൾ ഞങ്ങളുണ്ട് കൂടെ എന്ന് നിശബ്ദമായി ബാലറ്റിലുള്ള ഉത്തരം പറയുകയായിരിക്കണം. കാരണം എക്സിറ്റ് പോളുകൾ പരാജയപ്പെടാൻ ഒരു കാരണം CPM അണികളിലടക്കം ഉണ്ടായ ഇത്തരമൊരു രോഷത്തെ അതിനെ അഡ്രസ് ചെയ്യാൻ, അതിനെ മനസ്സിലാക്കാൻ എക്സിറ്റ് പോളുകൾക്ക് കഴിഞ്ഞില്ല. ഇത് കൃത്യമാണ്. പക്ഷേ ഈ എക്സിറ്റ് പോളുകൾക്ക് അപ്പുറത്താണ് ജനവിധി എന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. കൃത്യമായി ഇത് CPMന്, പ്രത്യേകിച്ച് പിണറായി വിജയനെതിരായുള്ള ഒരു നെഗറ്റീവ് വോട്ട് കൂടിയാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ CPM പോലൊരു പ്രസ്ഥാനത്തിന് മുന്നോട്ടുള്ള യാത്രയിൽ വലിയ തകർച്ചകൾ ഒഴിവാക്കാൻ കഴിയും.